നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നിപ്പം നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാൻ തന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഏത് ജാതിയാണെങ്കിലും നമ്മളുടെ ജാതിയിൽ ഒരു ദശാംശം കൊടുക്കുന്ന ഒരു ഏർപ്പാട് ഉണ്ടല്ല. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പണമുള്ളവൻ്റെ കയ്യിൽ നിന്ന് പണമില്ലാത്തവൻ്റെ കയ്യിലേക്ക് പണം എത്താനും അവർക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിച്ച് ജീവിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം പണ്ട് മുതലേ ഏർപ്പാടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ ആളുകൾക്ക് അതിന് ദശാംശം ഇങ്ങനെ കൊടുക്കാനായിട്ട് ഇല്ലാത്ത ആളുകളുണ്ട്. കാരണം അവർ തന്നെ അവർക്ക് കിട്ടുന്നത് തികയാതെ കടം വാങ്ങിയായിരിക്കുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോരുന്നത്. എല്ലാ കാര്യങ്ങളും പോലും അവരുടെ വീട്ടിലുള്ള കാര്യങ്ങൾ പോലും നടത്താൻ അവർക്ക് സാധിക്കുന്നുണ്ടാവില്ല. പിന്നെ അവരെങ്ങനെ ദശാംശം കൊടുക്കുമെന്ന് അവർ ചോദിക്കും. സക്കാത്ത് അങ്ങനെയൊക്കെ പറയൂലേ, ആ ഒരു കാര്യം. അപ്പം അതെങ്ങനെ അവർക്ക് കൊടുക്കാൻ സാധിക്കുമെന്ന് അവർ നമ്മളുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ അതിനുള്ളൊരു മറുപടി എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഭക്ഷണം ഒരാൾക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവർക്ക് വയറ് നിറയെ നല്ല ഭക്ഷണം, ഇപ്പോൾ ചിക്കൻ ബിരിയാണി, മട്ടൺ ബിരിയാണി അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ കുറേ അരി സാധനങ്ങൾ, പലവ്യഞ്ജന ഇത് നമ്മുടെ ഗ്രോസറി സാധനങ്ങൾ എല്ലാമായിട്ട് അവർക്ക് കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾക്കത് എങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. കാരണം എനിക്ക് എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ തന്നെ എനിക്ക് തികയുന്നില്ല. അപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് അതിൻ്റെ ഒരു ഓഹരി എങ്ങനെ കൊടുക്കും എന്നുള്ളത് ചിന്തിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇങ്ങനെ വലിയ രീതിയിൽ കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് പോലും പറ്റാത്ത ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ള ഒരു കാര്യം, ഇപ്പോൾ ഉറുമ്പ് വരുമ്പോൾ ഉറുമ്പിന് കൊടുക്കുന്ന അരിമണികൾ, അല്ലെന്നുണ്ടെങ്കിൽ കിളികൾ വരുമ്പോൾ ഒരു 5-6 അരിമണികൾ നമ്മൾ ഇട്ട് കൊടുക്കൂലേ, അത് തന്നെ ഒരു സക്കാത്താണ്. അല്ലെന്നുണ്ടെങ്കിൽ അതൊരു ദശാംശമാണ്. അതുപോലെ ഇനി ഒരു സാധനങ്ങളും ഇല്ല, അതുപോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്. അത് പണം അല്ലാത്ത രീതിയിൽ പലർക്കും നമുക്ക് ദശാംശം പോലെ തന്നെ നമുക്ക് കൊടുക്കാവുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോകണം, പക്ഷെ കൂടെ ഒരാളില്ല പോകാൻ എന്ന് വിചാരിച്ച് അവർ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ വരാം കൂടെ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ആ സമയം അവർക്ക് വേണ്ടി കൊടുത്താൽ ആ സമയം തന്നെ ഒരു ദശാംശമായി മാറുന്നത് ആണ്. ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ അത് ഒരു ദശാംശമായി മാറാറുണ്ട്. അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മളൊരാളുടെ ദുഃഖങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സന്തോഷങ്ങൾ എന്താണാവോ അവർ പറയുന്നത് അത് കേട്ടിരിക്കുക എന്നുള്ളതും ഈ നമ്മൾ ദശാംശം കൊടുക്കുന്ന ആ ഒരു ഗണത്തിൽ പെടുന്നത് തന്നെയാണെന്നാണ് പറയുന്നത്. അതുപോലെ നമുക്ക് ഏത് ഒരു കാര്യം നമ്മളുടെ ഒരു പാഠഭാഗങ്ങൾ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ഒരു ഫീസൊന്നും മേടിക്കാതെ ഒരു പാഠഭാഗം ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അതും ദശാംശം ആണ്. കാരണം ഇക്കാലത്ത് ആർക്കും സമയമില്ല. ആരുടെ അടുത്ത് എന്ത് കാര്യങ്ങൾ ചോദിച്ചാൽ തിരക്കാണ് കേട്ടോ, പിന്നെ അല്ലെങ്കിൽ പിന്നെ വിളിക്കാം, അങ്ങനെയാണ് എല്ലാവരും തന്നെ പറയുന്നത്. അങ്ങനെ എല്ലാവരും തിരക്കുള്ള മനുഷ്യരാണ്. അപ്പോൾ ഈ തിരക്കുള്ള ജീവിതത്തിൽ നിന്നും ഒരാൾക്ക് വേണ്ടിയിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ കൊടുക്കുമ്പോൾ അത് വലിയൊരു ഉപകാരം തന്നെയാണ്. അത് സക്കാത്തിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ദശാംശത്തിന്റെ രൂപത്തിൽ തന്നെയാണ് കാണപ്പെടുന്നതെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കൊടുക്കാൻ കയ്യിൽ പണം അല്ലെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ ഒന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കരുതരുത്. ഇതുപോലെ ചുറ്റും നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പണമല്ലാതെ നമുക്ക് പലരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതുണ്ട്. അത് കണ്ടറിഞ്ഞ് ചെയ്യുമ്പോഴാണല്ലോ അവർക്കൊരു ഉപകാരമാകുന്നത്. നമ്മളുടെ അടുത്ത് ആരും വന്ന് ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കില്ല, പക്ഷെ നമ്മൾക്ക് മനസ്സിലാകുമല്ലോ, സാഹചര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് എന്താ വേണ്ടതെന്നുള്ളത് മനസ്സിലാവും. പണവും സാധനങ്ങളും അല്ലാത്ത എന്താണ് അവർക്ക് ആവശ്യമെന്നുള്ളത്. പ്രായമായ ആളുകൾ, ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്, മാതാപിതാക്കൾ കൂടുതലും. കാരണം മക്കളൊക്കെ പറന്ന് ദൂരേക്ക് പോയി പിന്നെ അവർ ഒറ്റക്ക് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും കേൾക്കാൻ കുറച്ചു നേരം ഒരാൾ അവരുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ തിരക്കുള്ള ജീവിതത്തിൽ ആ ഒരു സമയത്തിന് ഒരുപാട് വിലയുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി കൂടുതൽ പറയാനുള്ളത്, പണ്ട് ഞാൻ കല്യാണം കഴിച്ച് വരുന്ന സമയത്ത് പപ്പയുടെ അമ്മയൊക്കെ മിക്കവാറും അവിടെ ഇങ്ങനെ പറയണ കേൾക്കാം. കാരണം നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള ആളുകളൊക്കെ ഇങ്ങനെ പണം കയ്യിൽ നിന്ന് ഇങ്ങനെ ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് കടം കൊടുത്തിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് നല്ല രീതിയിൽ കൂടിയ ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്ന ആളുകൾ ചുറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നൊരു കാര്യമുണ്ട്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടാന്ന് പറയും. ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ആരെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ
പണം ഇൻട്രസ്റ്റ് ഇല്ലാതെ കൊടുക്കുക, പലിശ ഇല്ലാതെ കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ കൊടുക്കണ്ട. ഈ പലിശയോടുകൂടി പണം കൊടുത്തിട്ട് അത് കിട്ടുന്ന ആ പണം നമുക്ക് ഒരിക്കലും നമ്മുടെ വീട്ടിൽ വരാൻ പാടില്ല. കാരണം ആ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് പാവപ്പെട്ടവൻ്റെ കയ്യിൽ നിന്ന് പണക്കാരൻ്റെ കയ്യിലേക്ക് പണം വരുന്ന ഒരു ഏർപ്പാടാണ്. അപ്പോൾ അതൊരിക്കലും ചെയ്യരുത്. നമ്മൾ ശരിക്കും ഞാൻ ഈ പറഞ്ഞ സക്കാത്തല്ലെന്നുണ്ടെങ്കിൽ ഈ ദശാംശം കൊടുക്കുക എന്നുള്ളത് പണക്കാരൻ്റെ കയ്യിൽ നിന്ന് പാവപ്പെട്ടവൻ്റെ കയ്യിലേക്ക് പോകുന്നൊരു കാര്യമാണ്. പക്ഷെ അത് തിരിച്ചാകുമ്പോൾ വളരെയധികം ദോഷകരമായിട്ട് നമ്മളെ ബാധിക്കും എന്ന് അമ്മ പറയണേ. അപ്പോൾ ഇന്ന് എനിക്ക് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി. 2-3 ദിവസമായിട്ട് ഞാനിങ്ങനെ വന്നിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ലഞ്ചെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവങ്ങളാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കണത് ഇൻട്രോ ആയിട്ട് എടുത്തത്. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്, പക്ഷേ ഇവിടെ കുട്ടികൾക്കാർക്കും അത്ര വലിയ ഇഷ്ടമില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞാനിത് ഉണ്ടാക്കി കഴിച്ച്. പിന്നെ ലഞ്ച് ഞാൻ കുറേ ദിവസം മുന്നേ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ബിരിയാണി അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കാൻ തോന്നണില്ല. എനിക്ക് കഴിക്കാൻ തോന്നുന്ന പൊതിച്ചോറാണ്. അപ്പോൾ ഈ പൊതിച്ചോറ് കെട്ടാൻ വേണ്ടി കുറേ ദിവസങ്ങളായിട്ട് ഞാൻ കാത്തിരിക്കുന്നുണ്ട്. ഇത്തിരി ചെമ്മീൻ വേണം, മീൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ ഇപ്പം മീനൊന്നും അങ്ങനെ കൊണ്ടുവരണില്ല. മീനൊക്കെ ഭയങ്കര വിലയെന്നാണ് പറഞ്ഞത്. മീൻ വരവ് കുറവാന്ന് പറഞ്ഞാൽ ഈ ചാളം മാത്രമേ കൊണ്ടുവരണത്, അല്ലാതെ വേറെ സാധനങ്ങൾ ചെമ്മീൻ അങ്ങനെ ഒന്നും കാണുന്നില്ല. പിന്നെ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വേറെ സ്ഥലത്ത് പോയിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അങ്ങനെ പോയി മേടിച്ചു കഴിഞ്ഞാൽ കൂടുതലും പഴകിയ സാധനങ്ങളാണ് നമുക്ക് കിട്ടണം. അപ്പോൾ വേണ്ട, ഇപ്പോൾ ഷാജിയൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് നല്ലതാണെങ്കിലേ തരുള്ളൂ, അല്ലാതെ തരില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് പോയി മേടിക്കുമ്പോൾ പഴകിയ സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടണം. വേണ്ട, മേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നിന്ന്. പിന്നെ നമ്മൾക്ക് അങ്ങനെ കഴിക്കാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എങ്കിലും പൊതിച്ചോറിൽ കിട്ടുമ്പോൾ ഒരു ഇത്തിരി വറുത്ത മീനാ അല്ലെങ്കിൽ ചെമ്മീൻ വറുത്തിയതൊക്കെ വേണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. ഇതൊന്നും കിട്ടിയില്ല. എങ്കിലും കാത്തിരുന്ന് എനിക്ക് മതിയായി. ഒരു പൊതിച്ചോറ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഇവിടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പൊതിച്ചോറായിട്ടാണ് ഇന്ന് ഉണ്ടാക്കിയത്. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ചെമ്മീൻ്റെ കറിയൊക്കെ ഞാൻ ഉണ്ടാക്കി. ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് അടിപൊളി. ഞാൻ ഇന്ന് വരെ ഉണക്കച്ചെമ്മീൻ വെറുതെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് സവാളയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് കഴിക്കണതല്ലാതെ വേറെ ഒരു രീതിയിൽ ഇവിടെ വെക്കാറില്ല കേട്ടോ. പക്ഷേ ഇന്നിപ്പം ഞാൻ വെച്ചത് നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ളൊരു കറി. കുറേ പേര് വെക്കലുണ്ടാകാം അത്. അപ്പോൾ ആ കറികൾ ഒക്കെ ഇങ്ങനെ വെച്ചതെന്ന് എല്ലാം കുറച്ചായിട്ട് വെക്കണത് കേട്ടോ. നമുക്ക് 2 പേർക്ക് മതി. കൂടുതൽ ഉണ്ടാക്കി ഇട്ടിട്ട് കാര്യമില്ല. എല്ലാം ഫ്രിഡ്ജിലേക്ക് ഇങ്ങനെ പഴയത് കയറ്റി വെക്കണം. ആ ഒരു എപ്പോഴും ഇത്തിരി കറികളാണ് ബാക്കി ഫ്രിഡ്ജിൽ നിറയെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ കറികളും കൂടി ആകുമ്പോൾ ഒരുപാട് കറിയാകുമല്ലോ. അതുകൊണ്ട് എല്ലാം കുറച്ചായിട്ട് ഉണ്ടാക്കിയിട്ട് പൊതിച്ചോറൊക്കെ കെട്ടി കഴിച്ച് തൃപ്തിയായിട്ട് വന്നിരുന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു തോന്നി പൊതിച്ചോറ് ഭയങ്കര ടേസ്റ്റാണ്. കാരണം ഞാൻ കഴിക്കണത് ഞാൻ കാണിച്ചിട്ടില്ല, പപ്പ കഴിക്കണം മാത്രമേ. അപ്പോൾ ഇനി നമ്മൾക്ക് നമ്മുടെ ഇന്നത്തെ റൊട്ടീൻ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമാണ് ചെയ്യണത്. ആലു പൊറോട്ട ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഗോതമ്പ് മാവ് കുഴച്ചെടുക്കുന്ന പോലെ ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് സോഫ്റ്റ് ആക്കാൻ പറ്റിയ രീതിയിലൊന്നും കുഴച്ച് കൂട്ടേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് അങ്ങോട്ട് കുഴച്ചിട്ട് പെട്ടെന്ന് തന്നെ പരത്തി നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. ഒരുപാട് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കില്ല, ഒന്നും വേണ്ട. കാരണം ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ തന്നെയും. അപ്പോൾ ചപ്പാത്തി മാവ് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല, അപ്പം തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ 1 കപ്പ് പൊടി 4 ബോളായിട്ട് എടുക്കണേ ഞാൻ. കാരണം 2 ചപ്പാത്തി പപ്പക്കും 2 ചപ്പാത്തി എനിക്കും എന്നുള്ള കണക്കിനാണ് എടുക്കുന്നത്. ഇത് എൻ്റെ വീട്ടിൽ ഇവിടെ എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ, വേറെ ഒരാൾക്കും ഇത് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കാത്തത്. എങ്കിലും ഫ്രിഡ്ജിൽ 4 ഉരുളക്കിഴങ്ങ് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. അപ്പോൾ അത് ബോണ്ട ഉണ്ടാക്കിയില്ലേ നമ്മൾ, അതിൻ്റെ ബാക്കി വന്ന ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ അതൊന്ന് ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ആലു പൊറോട്ട ഉണ്ടാക്കി. എൻ്റെ ഒരു ആഗ്രഹവും സാധിക്കുമല്ലോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മാഷ് ചെയ്തിട്ട് പച്ചമുളക്, സവാള, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കൂട്ടത്തിൽ മല്ലിയില അത്യാവശ്യമാണ്, ചേർത്താൽ നല്ല ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ മല്ലിയിലയില്ല. പിന്നെ ഇത്തിരി ചെറുനാരങ്ങയുടെ നീര്, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചാട്ട് മസാല ഉണ്ടെങ്കിൽ ചാട്ട് മസാല ഇടാം. മല്ലിപ്പൊടിയൊക്കെ വളരെ കുറച്ചിട്ടാൽ മതി, പക്ഷേ അത് ഇടണം, സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഞാനിപ്പോൾ ഇട്ടത്. ചാട്ട് മസാല ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന്
മിക്സ് ചെയ്തെടുക്കണം. അപ്പം നിങ്ങളെപ്പോഴും ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ട് തന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ചൂടാറുന്നതിന് മുമ്പ് തന്നെ മാഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല പൊടി പോലെ മാഷായി വരും. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ കുറേ അധികം ദിവസം ഇരുന്നിട്ട് അത് ഇങ്ങനെ കട്ട പോലെയാണ് കിടക്കുന്നത്, ശരിക്കും മാഷായി വരണില്ല, അപ്പോൾ പൊടി പോലെ ആയി വരണില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫ്രഷ് ആയിട്ട് തന്നെ ആക്കിയെടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള ഒരു പേസ്റ്റ് പോലെ ആയി കിട്ടും. അപ്പോൾ അത് ആണ് നമ്മൾ ഫില്ലിങ്ങിന് വെക്കുന്നെങ്കിൽ ഇത്തിരി കൂടി പരത്താനൊക്കെ എളുപ്പമുണ്ടാകും. അല്ലെന്നുണ്ടെങ്കിൽ കഷ്ണം പോലെ ഇങ്ങനെ തങ്ങി നിൽക്കും, നമ്മൾ പരത്തുമ്പോൾ ഇങ്ങനെ ഒരു തടസ്സം പോലെ വരും, അത് ചാടി പുറത്തേക്കൊക്കെ വന്ന് ഒട്ടും തന്നെ പരത്തിയെടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ 4 ഇത് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ ബോളും വെച്ചിട്ടുണ്ട്. 4 ബോൾ ഈ ഉരുളക്കിഴങ്ങ് മിക്സിൻ്റെയും കൂടിയിട്ട് നമ്മളാക്കി വെക്കുക. പിന്നെ നിങ്ങൾ ഈ ചപ്പാത്തി പരത്തൂലേ, ചപ്പാത്തി പരത്തിയിട്ട് ഒരു പൂരിയുടെയൊക്കെ അത്രയും വലിപ്പത്തിൽ ആദ്യം ഒന്ന് പരത്തിയിട്ട് ഈ ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ കൊഴുക്കട്ടയൊക്കെ അങ്ങോട്ട് ചേർപ്പിച്ച് വെക്കൂലേ ബോളാക്കി എന്ന് പറഞ്ഞ പോലെ ചേർപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടുതലായിട്ട് വരുന്ന മാവിൻ്റെ ഭാഗം എന്തായാലും നിങ്ങളത് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ, അത് പിച്ചി അങ്ങോട്ട് മാറ്റുക. അപ്പോൾ ഞാൻ ഇന്ന് വളരെ നൈസായിട്ട് തന്നെ ഉണ്ടാക്കുന്നത് ചപ്പാത്തി, അതുകൊണ്ട് പിച്ചി മാറ്റുന്നില്ല. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഇത്തിരി കട്ടി കൂടിയിട്ടൊക്കെ പരത്തുന്നതാണെങ്കിൽ അത് യോജിപ്പിച്ച് ബോളുള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കൂലേ, ആ സമയത്ത് ബാക്കി വരണ മാവ് കിള്ളി മാറ്റിയേക്കണം, ഒന്ന് പിച്ചി മാറ്റിയേക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് പരത്തി ചപ്പാത്തി പോലെ ആക്കുമ്പോൾ ചില സ്ഥലത്ത് ചപ്പാത്തി മാത്രമായിട്ട് ഇങ്ങനെ കല്ല് പോലെ ആയിപ്പോവും, ഫില്ലിംഗ് ഇല്ലാത്ത ഭാഗങ്ങൾ വരും. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ ഇവിടെ ഇങ്ങനെ കൂടുതലായിട്ട് മാവുണ്ടെങ്കിൽ അത് പിച്ചി എടുത്ത് മാറ്റണം കേട്ടോ. എന്നിട്ട് ഇതിനെ നേരെ താഴേക്ക് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചൊന്ന് ഷേപ്പ് ചെയ്ത് അതിൻ്റെ പൊട്ടിപ്പോകുന്ന തോന്നുന്ന ഭാഗങ്ങളൊക്കെ ഉള്ളിലേക്കൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് പരത്തുന്ന സമയത്ത് ഈ നല്ല വശത്ത് മാത്രം പരത്തുക, താഴെ പരത്തേണ്ട ആവശ്യമില്ല, ഈ ഒരു സൈഡ് മാത്രം പരത്തുക. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ എല്ലാം ചെയ്തു വെക്കണം. കല്ല് വെച്ച് ചൂടായി കഴിയുമ്പോൾ മാത്രം ഓരോ ചപ്പാത്തിയായിട്ട് പതിയെ പരത്തിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ഈ 4 ചപ്പാത്തി ഫില്ലിങ് വെച്ചിട്ട് ആദ്യം വെറുതെ കൈ വെച്ചൊന്ന് പരത്തി ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് മാറ്റി വെക്കണേ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒന്നൊന്നായിട്ട് പരത്തുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ചപ്പാത്തി ആകുന്ന നേരം കൊണ്ട് നമുക്ക് പരത്തി വരാൻ പറ്റൂല, ഇത് പൊട്ടി പുറത്തേക്കൊക്കെ വരും. പിന്നെ അത് നമ്മുടെ ഈ റോളർ പിന്നിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പരത്താൻ പറ്റില്ല, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാക്കണമെങ്കിൽ നല്ല പ്രാക്ടീസ് വേണം കേട്ടോ. ഞാൻ മിക്കവാറും ഇത് നേരത്തെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയും, ഞാൻ എത്രയോ വർഷങ്ങൾ കൊണ്ട് പഠിച്ചെടുത്തൊരു പണിയാണെന്ന് ഇത്. എത്ര തവണ ഉണ്ടാക്കിയിട്ടും വെറുതെ പൊടിഞ്ഞു പോകും, നമുക്ക് പരത്താനും പറ്റൂല, ഈ ഉള്ളിലുള്ള ഫില്ലിങ് ചാടി പുറത്തേക്ക് വന്ന് ആകെ നാശമായി പോകും. അങ്ങനെ ഞാൻ ഇത്ര ഇഷ്ടമുള്ളൊരു സാധനം ഇതുകൊണ്ട് ഞാനത് വീണ്ടും എന്തോരം തവണ ചെയ്തെന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് തോന്നുന്നു 10-20 തവണ ഞാൻ ചെയ്തപ്പോഴാണെന്ന് തോന്നുന്നത് പഠിച്ചത്, ഓർമ്മയില്ല എനിക്ക്. അത്രയും പ്രാവശ്യം ഞാനിത് ചെയ്തിട്ടുണ്ട്. ചെയ്ത് പീസ് പോലെ ആയിപ്പോയിട്ട് അതൊക്കെയാണ് ചുട്ട് തിന്നണത് എപ്പോഴും, ഒക്കെ ചെയ്ത് പോകും. അങ്ങനെ ചെയ്ത് പഠിച്ച് നമ്മൾ അന്നാലേ പഠിക്കുകയുള്ളൂ. അല്ലാതെ ഇത് ആദ്യത്തെ തവണ ഇതും ചെയ്യുമ്പോൾ ഒരിക്കലും ശരിയാവില്ല കേട്ടോ. അപ്പോൾ അത് ഫ്ലോപ്പായി എന്ന് പറയുമ്പോൾ അതിൽ തെറ്റൊന്നുമില്ല. ഒരുപാട് തവണ എനിക്ക് ഫ്ലോപ്പായിട്ടാണ് ഞാനിത് പഠിച്ചത്. ഈ റോളർ പിൻ വെച്ചിട്ട് അമർത്തി അങ്ങോട്ട് വല്ലാതെ പരത്തരുത്, ചപ്പാത്തി പരത്തുന്ന പോലെയൊക്കെ പരത്തരുത്, വളരെ സോഫ്റ്റായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ഒന്നങ്ങോട്ട് ബലത്തിൽ അമർത്തി കഴിഞ്ഞാൽ ആ ഒരു സൈഡിലുള്ള ഫില്ലിങ് ഒറ്റ സൈഡിലേക്ക് അങ്ങോട്ട് നീങ്ങിപ്പോയിട്ട് ഇതെല്ലാം ചാടി പുറത്തേക്ക് പോരും, ചപ്പാത്തി മാത്രമായിട്ടുള്ള ഭാഗമായിരിക്കുള്ളൂ പിന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് കൈവച്ച് പരത്താൻ പറ്റുമെങ്കിൽ പതിയെ കൈവച്ച് തിരിച്ച് പരത്തിയാൽ അതും നല്ലതാണ്. അത് കുറേ ടൈം എടുക്കും കേട്ടോ. അതുകൊണ്ട് എനിക്കിപ്പോൾ റോളർ പിൻ വെച്ച് ചെയ്യാനായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ പാത്രത്തിൽ നിന്ന്, അതായത് നമ്മളുടെ പരത്തണ കല്ലിൽ നിന്ന് ഇങ്ങനെ പൊക്കിയെടുക്കാൻ പോലും പറ്റൂല ചിലത്. അപ്പോൾ ഒരുവിധം നല്ല രീതിക്ക് തന്നെ പൊടി ഇട്ടിട്ട് വേണം പരത്താനായിട്ട്, മറിച്ചും തിരിച്ചുവിട്ട് പരത്തുകയും ചെയ്യരുത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊക്കിയെടുക്കുന്ന സമയത്തൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു സൈഡ് മാത്രം പരത്തിക്കൊണ്ടിരിക്കുക, അടിയിൽ നല്ലതായിട്ട് തന്നെ പൊടി ഡസ്റ്റ് ചെയ്തിട്ടിട്ട് അതിൻ്റെ മീതിലിട്ട് പരത്തുക. എന്നിട്ട് ഇത്തിരി പൊടിയൊക്കെ ഇതിലിരുന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അധികം പൊടിയൊന്നും ഇല്ലാതെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ.
അപ്പം നമ്മളുടെ വീട്ടിൽ നേരത്തേക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ കുട്ടികളും എല്ലാവരുമായിട്ട് വീട്ടിലുള്ള സമയത്ത് കുറച്ചധികം ഉണ്ടാക്കണം. അപ്പം ഞാൻ 2 തവ വെച്ചിട്ടാണ് സാധാരണ ഉണ്ടാക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ വെള്ളയപ്പം 2 പാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, വേഗം അടുക്കളയിൽ നിന്ന് പോരാൻ വേണ്ടിയിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആയി വരുമ്പോൾ താമസിക്കും. അപ്പോൾ ഇതിന് നെയ്യ് ഇട്ടിട്ട് ഇത് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ട, ഇത് ഭയങ്കരമായിട്ട് സൂമായി പോയതുകൊണ്ടാണ് ഇങ്ങനെ പൊടി കട്ട പോലെ തോന്നണം കേട്ടോ. അങ്ങനെ ഒരുപാട് കട്ട പോലെ ഇല്ല, പക്ഷേ ഇത് ഭയങ്കരമായിട്ട് സൂമായിട്ടാണ് അങ്ങനെ തോന്നണം കേട്ടോ. അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ചട്ടുകം വെച്ച് തന്നെ ഇതിനെ ഒന്ന് ഇളക്കി വെച്ചേക്കണം. അല്ലാതെ കൈ വെച്ചിട്ട് സൈഡിൽ നിന്ന് പൊക്കാൻ നോക്കരുത്, അത് പൊടിഞ്ഞു പോകും. അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി എടുത്ത് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ ആലു പൊറോട്ട. ആലു പൊറോട്ട അപ്പോൾ അന്നൊക്കെ ഞാനിങ്ങനെ 2 തവ വെച്ചിട്ട് ഉണ്ടാക്കും, എന്നാലും വേഗം തീരുള്ളൂ, എല്ലാവർക്കും കൊടുക്കാനും വേഗം പറ്റുള്ളൂ. ഇതിപ്പോൾ ആകെ 4 ഉണ്ടാക്കിയാൽ മതി, അതുകൊണ്ട് ഞാൻ 1 തവ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ തൈരും സവാളയും നാരങ്ങ നീര് ഈ ബട്ടറൊക്കെ അതിൻ്റെ മീതിൽ വെച്ചിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് കഴിക്കുന്ന ഒരു സാധനം ഇത്. പക്ഷേ ഇവിടെ ആർക്കും തന്നെ വേണ്ട, പപ്പക്കും വലിയ താല്പര്യമൊന്നുമില്ല, കുട്ടികൾക്ക് ആർക്കും താല്പര്യമില്ല. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഉണ്ടാക്കാറില്ല. പക്ഷേ നമ്മുടെ അടുക്കള ചാനലിൽ ഈ സംഭവത്തിൻ്റെ റെസിപ്പി കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഈ നോർത്ത് ഇന്ത്യൻ രുചി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രുചി, എനിക്കിഷ്ടമാണ്. എന്ന് വിചാരിച്ച് എനിക്കിനി ചാട്ട് അങ്ങനത്തെ പല സംഭവങ്ങളില്ലേ, സമൂസ ചാട്ട്, അതൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഇതുപോലത്തെ ഐറ്റംസ് എനിക്കിഷ്ടമാണ്. അതുപോലെ പാനിപ്പുരിയൊന്നും എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. പക്ഷേ ഈ ഒരു ആലു പൊറോട്ട നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. തൈര് കൂട്ടി കഴിക്കണം, അതിന് അച്ചാറൊക്കെ കൂട്ടി കഴിക്കാം. തൈരാണ് കറക്റ്റ് കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ 2 ചപ്പാത്തി മാത്രമായപ്പോഴത്തേക്കും പപ്പക്ക് അതത്ര അങ്ങോട്ട് ഒരു ഇഷ്ടമില്ലാതെയാണ് കഴിച്ചത് കേട്ടോ. പപ്പക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ല. പക്ഷെ ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ ആ ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കുകയും ചെയ്യണം, കളയരുതല്ല എന്ന് വെച്ചാൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഓറഞ്ചും പിന്നെ പപ്പായൊക്കെ പപ്പ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പായ നല്ല പാകമായിട്ടിരിക്കണമായിരുന്നു. അപ്പോൾ അത് കൂടിയിട്ട് കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ പപ്പ പറഞ്ഞ്, എന്തിനാണ് ആലു പൊറോട്ട ഉണ്ടാക്കിയത്, ഈ പപ്പായ മാത്രം മതിയായിരുന്നല്ല എന്നെൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിക്കണ്ടേ. അപ്പോഴാണ് പുള്ളി ഓർത്ത്, ഓക്കെ എന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ. പപ്പ എൻ്റെ പണി കുറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. എന്തിനാണ് ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആ പപ്പായ മതിയായിരുന്നില്ല ബ്രേക്ക്ഫാസ്റ്റിന് എന്നാണ് പുള്ളിയുടെ ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നി ഉണ്ടാക്കണ്ടേ, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അയ്യോ അന്നേ കുഴപ്പമില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഇനി നമ്മളുടെ ഉച്ചക്കത്തെ എന്താ പറഞ്ഞത്, പൊതിച്ചോറിൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പുളി വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കഴുകിയ ഉണക്കച്ചെമ്മീനും പച്ചമുളകല്ല വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞതും ഇത്തിരി ചെറിയ ഉള്ളി ഇട്ടിട്ട് അതിൻ്റെ മീതയിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇത്രയും സാധനവും ഉപ്പും കൂടി ചേർത്തിട്ട് അവിടെ വെച്ച് വേവിക്കുക. അപ്പം ഞാനിത് വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ പപ്പക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എങ്ങനെയാണോ ഉണക്കച്ചെമ്മീൻ വറുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കറി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ അപ്പുറം വേറൊരു കറി വെച്ച് കഴിഞ്ഞാൽ തിന്നില്ല. അതുപോലെ പോർക്ക് ഇവിടെ മേടിക്കുമ്പോൾ പോർക്ക് വിന്താലും മാത്രം വെച്ചാലേ പപ്പയ്ക്ക് ഇഷ്ടപ്പെടുള്ളൂ. വേറെ ഏത് രീതിക്ക് എത്ര ടേസ്റ്റിന് വെച്ച് കൊടുത്താലും പപ്പ പറയും വിന്താലുമാണ് നല്ലതെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരാളാണ് പപ്പ. പപ്പ കഴിച്ചതെന്തോ അതേ പപ്പ കഴിക്കുള്ളൂ, അതേ ഇഷ്ടപ്പെടുകയുള്ളൂ. കഴിക്കുള്ളൂ എന്നല്ല, അതേ ഇഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉണക്കച്ചെമ്മീൻ്റെ ഈ സ്പെഷ്യൽ കറിയൊക്കെ പപ്പ കഴിക്കില്ലെന്ന് തന്നെ എനിക്ക് വലിയ പിടുത്തമില്ല. അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് ചെയ്തത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ഒരു തേങ്ങ ചമ്മന്തി കൂടി അരച്ച് വെച്ചേ. പിന്നെ തേങ്ങ ചമ്മന്തി ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഇത്തിരി പുളിയും കൂടി ചേർത്ത് മുളക് പൊടിയും കൂടി ചേർത്ത് തേങ്ങയൊക്കെ ഇട്ട് അത് റെഡിയാക്കി വെച്ച്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഉണക്കമീൻ്റെ കറിയുടെ അകത്തേക്ക് ഇത്തിരി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചതച്ചത്, ഇഞ്ചിയില്ല, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത്. അപ്പോൾ അത് നമ്മൾ ഇനി വറുത്ത് അതിന് മിക്സ് ചെയ്യാൻ പോണേ. അപ്പോൾ ഇത് വേപ്പനം ആദ്യം ഇട്ട് ഈ ചതച്ചത് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് കളർ മാറിപ്പോകണ്ട, ചെറിയ രീതിയിൽ ഒന്ന് വെന്താൽ മാത്രം മതി. ഒരുപാട് കളറ് മാറിപ്പോകരുത്, അപ്പോൾ വേറൊരു ടേസ്റ്റ് വരും. എന്നിട്ട് ഒന്നില്ലെങ്കിൽ ആ പാത്രത്തിലേക്ക് ഈ താളിച്ചതിനെ തട്ടുക, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇപ്പുറത്തേക്ക് തട്ടുക. എന്നിട്ട് പുളി നോക്കിയിട്ട് പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ പുളി എടുത്ത് മാറ്റുക. അപ്പോൾ എനിക്ക് പുളി നല്ല പാകത്തിനായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പുളി മാറ്റി. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ കിടന്ന് കുതിർന്ന് വെന്ത് വരണം കേട്ടോ ചെമ്മീൻ.
പുളിയെല്ലാം പിടിച്ച് വരണം. എന്നിട്ടതിനെ നല്ല ഡ്രൈ ആക്കി എടുക്കുക, വെള്ളമൊക്കെ വറ്റിച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കുക. എനിക്കത് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റുള്ളൊരു കറി. ഒരു അച്ചാറിൻ്റെ ടേസ്റ്റും വരും, നല്ല പുളിയൊക്കെ പിടിച്ചിട്ടുള്ളൊരു അച്ചാറിൻ്റെ ടേസ്റ്റും വരും. നല്ല ടേസ്റ്റാണ് കേട്ടോ. പപ്പക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, പപ്പ പറഞ്ഞത് ഉണക്ക ചെമ്മീൻ തന്നെ വറുക്കണത് തന്നെയാണ് നല്ല, ഇത് കൊള്ളൂല. അങ്ങനെയാണ് നമ്മളിവിടെ ഒരു പരീക്ഷണമൊന്നും നടത്തിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പപ്പക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ പപ്പയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേക പരീക്ഷണങ്ങൾ എടുത്ത് കൊടുക്കില്ല. പപ്പയ്ക്ക് സ്പെഷ്യൽ ഡിഷ് എന്ന് പറയുന്നത് ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള പണ്ടേ പുള്ളി കഴിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കും. അതാണ് പപ്പയ്ക്ക് ഇഷ്ടം. ഇപ്പോൾ ഇനി ഞാനൊരു ക്യാരറ്റിൻ്റെ തോരനാണ് റെഡിയാക്കണം. അപ്പോൾ ക്യാരറ്റ് ഒന്ന് ചോപ്പറിലിട്ട് എടുത്തിട്ട് ഇത്തിരി തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും കൂടി ചതച്ച് പച്ചമുളകൊക്കെ ഇട്ട് അതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇട്ട് പിന്നെ ഒന്ന് കടുക് പൊട്ടിച്ച് താളിച്ചാൽ മാത്രം മതി. അപ്പോൾ അത് വേഗം കഴിയും. എനിക്കിഷ്ടമുള്ള വേറൊരു കറിയുണ്ട് കേട്ടോ, ചെമ്മീൻ, കുഞ്ഞ് കൊഴുവാക്ക, ഇത് പീര, ഇതുപോലെ പീര പറ്റിച്ചെടുക്കും നമ്മൾ, തോരൻ. നല്ല ടേസ്റ്റാണ് പുളിയൊക്കെ ഇട്ടിട്ട്. ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് എനിക്ക്. പക്ഷേ അതിവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ആൾ തിന്നൂല. അതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങനെ വെക്കണില്ല. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വെക്കണം. അത് ആർക്കും ഇഷ്ടമല്ല. അങ്ങനെ ചില ഇങ്ങനെ പുളിയിട്ട് വെക്കുന്നത്. ഇപ്പോൾ ഈ ചെമ്മീൻ വെച്ചില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിലൊരു പുളിയുടെ നല്ലൊരു ടേസ്റ്റ് വരും. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ മീൻ വറ്റിച്ചത്. മീൻ വറ്റിച്ചല്ല, മറ്റേ മീൻ പീര അല്ലെന്നുണ്ടെങ്കിൽ ചെമ്മീൻ പീര. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എൻ്റെ വീട്ടിലൊക്കെ അത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ്. പക്ഷേ ഇവിടെ അത് ആർക്കും ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാനിവിടെ വെക്കാറേ ഇല്ല. എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ വെക്കാറില്ല. അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ കാര്യം റെഡിയായി, ഈ ഒരു തോരൻ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നല്ല, പരിമിതമായ സാധനങ്ങൾ എൻ്റെ കയ്യിലുള്ളു, അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഇന്ന് ഷാജി വരുവാന്ന് നോക്കിയിരുന്നിട്ട് ഷാജിനെയും കണ്ടില്ല. അപ്പോൾ പിന്നെ ഏതായാലും കയ്യിലുള്ളത് വെച്ചിട്ട് ചെയ്യാം. എനിക്കിങ്ങനെ കഴിക്കാൻ ഭയങ്കര ഒരാഗ്രഹം നിൽക്കണേന്. അപ്പോൾ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനി ഒരു മുട്ടയും കൂടി പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യത്തിനുള്ള സംഭവങ്ങളായിട്ടുണ്ട്, അത് മതി. അപ്പോൾ ഇത് നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് ഇനി നേരെ ഈ സാധനം അതിനകത്തേക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ഉള്ളി ചതച്ചിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ടിടാമെന്ന് വിചാരിച്ച് വേപ്പിലയും സവാളയും കൂടി അരിഞ്ഞിട്ട് അതൊന്ന് വാട്ടിയിട്ട് അതിൻ്റെ കളറൊന്നും മാറിപ്പോണതിന് മുമ്പ് തന്നെ തോരൻ്റെ ഇതിടുക. അല്ലെന്നുണ്ടെങ്കിൽ ഈ തോരൻ്റെ അകത്ത് കറുത്ത് കിടക്കും, കയ്പ്പും ഉണ്ടാകും കടിക്കുമ്പോൾ, ആ സവാള കരിഞ്ഞ പോലെ. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന്, ചെറിയ ഉള്ളി ആണെങ്കിലും ഏതാണെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ആകുമ്പോൾ തന്നെ ഇതിട്ടിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചാൽ മതി. പക്ഷേ ഇത് ക്യാരറ്റ് അല്ലേ, അധികം വെന്ത് വല്ലാതെ ആകരുത്. ഏതൊരു പച്ചക്കറിയാണെന്നുണ്ടെങ്കിൽ അധികം വേവിച്ച് കളയരുതെന്നാണ് പറയണത്. ഒരു അരഭാഗം വേഗം തന്നെ ഓഫ് ചെയ്തിട്ടിട്ട് ബാക്കി ആ ആവിയിലിരുന്നിട്ടും കൂടി ഒരു ചെറിയ വേവ് വന്നപ്പോൾ 1/4 വേവ്, ആ വേവിൽ കഴിക്കണമെന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ ക്യാരറ്റൊക്കെ നമ്മൾ പച്ചക്ക് തിന്നണോണ്ട് തന്നെ ഒട്ടും തന്നെ വേകണമെന്നില്ല, പതിയൊന്നും ആയാൽ മതി. അപ്പം തന്നെ തീ ഓഫ് ചെയ്യുക. ഒന്നാമത് ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ആകുമ്പോൾ അത് നന്നായിട്ട് ഇരുന്നിട്ട് ചൂടായിട്ടിരുന്ന് ബാക്കി പാചകം അതിൽ നടന്നോളും. പിന്നെ മുട്ട പൊരിച്ചത് കുടിയുണ്ടാക്കി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവർ വന്ന് അവിടെ ഇരുന്നിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറോളം എൻ്റെ അങ്ങനെ പോയി അവിടെ ഇരിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അവർ പോയതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ വന്നത്. അപ്പോൾ ഈ ചോറ് കെട്ടി വെക്കുക എന്ന് പറയുന്നത് ഒരു 1-2 മണിക്കൂർ അത് കെട്ടി ആ ഇലയിലിരുന്ന് ഒന്ന് കഴിക്കാൻ പരുവത്തിനൊന്ന് ഒരു ചൂടൊക്കെ കുറഞ്ഞ് വരുമ്പോൾ എടുത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്, ടേസ്റ്റും. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ നേരം മൊത്തം പോയതുകൊണ്ട് പപ്പക്ക് കൊടുക്കാനുള്ള ടൈമൊക്കെ കഴിഞ്ഞ് ഏകദേശം 3 മണിയായി. അപ്പോൾ ഈ വരുന്ന വ്യക്തിയുടെ അടുത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് പറഞ്ഞിട്ട് അവർ ഭക്ഷണം കഴിക്കൂല, വീട്ടിൽ ചെന്നിട്ടേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അവർക്ക് കുറച്ച് വേറെ സ്നാക്ക് കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുത്തിട്ട് അവരങ്ങനെ ഇരുന്നിട്ട് സംസാരിച്ച് ഒരു 2 മണിയായപ്പോഴത്തേക്ക് 2 മണി കഴിഞ്ഞിട്ട് അവർ പോയത്. അതിന് ശേഷമാണ് ഞാൻ വന്നിട്ട് ഈ മുട്ട പൊരിച്ചതും വാഴയില വാട്ടിയതും എല്ലാം ഇട്ടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അധികം നേരം എനിക്ക് പൊതിഞ്ഞ് വെക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ താമസിച്ചാണ് കഴിച്ചത്. എനിക്കത് പൊതിഞ്ഞ് അതിൻ്റെ ആ ഒരു സ്മെല്ലും വാഴയുടെ സ്മെല്ലും ടേസ്റ്റും എല്ലാം പിടിച്ചതിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലേറ്റായിട്ട് കഴിച്ചു. അപ്പോൾ ആദ്യം ഞാൻ പപ്പക്ക് മാത്രം എടുത്തങ്ങോട്ട് കൊടുത്ത് കെട്ടി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ പപ്പ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ പപ്പക്കാണെങ്കിൽ ഇങ്ങനെ ചൂടാറിയിട്ട് കഴിക്കണതാണ് ഇഷ്ടം. ചൂടുള്ള ഫുഡുകൾ ഒന്നാമത് ചൂടത്ത് ഒന്നുകൂടി ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ തന്നെ പപ്പക്ക് തണുത്താറിയ ഫുഡാണ് ഇഷ്ടം. ഫ്രിഡ്ജിൽ
ഫ്രിഡ്ജിലേക്ക് ഇരിക്കുന്ന ചോറും കറികളൊക്കെ ഞാൻ ചൂടാക്കി തരാമെന്ന് പറയൂലേ. അപ്പോഴേക്കും ഇപ്പോൾ പറയും വേണ്ട വേണ്ട അത് അങ്ങനെ തന്നെ ഇങ്ങനെ തന്നേക്കെന്ന് പറയും. അതാണ് ഇഷ്ടം പുള്ളിക്ക്. ചൂടാക്കേണ്ട, വെറുതെ എന്തിനാണ് ചൂടാക്കി ബുദ്ധിമുട്ടുണ്ടാക്കണത്, ചൂട് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെയും ചൂടാ ശരീരത്തിൽ എന്നൊക്കെ പറയുന്ന ആളാട്ടോ. ആ ആൾക്ക് എനിക്ക് കൊടുക്കാൻ പറ്റിയത് തിളച്ച ചോറ് തന്നെയാണ് കേട്ടോ. കാരണം ഇത് ചോറൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് കുക്കർ വാർത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് തീ പോലെ തന്നെ പൊതിഞ്ഞ് ഒരു 10 മിനിറ്റ് പോലും വെച്ചില്ല. അതിന് മുമ്പ് തന്നെ പപ്പ എടുത്ത് കഴിച്ചിട്ടാ. പപ്പ പറഞ്ഞ് കഴിച്ചോട്ടെ എന്നും ചോദിച്ചു വന്നു. കാരണം പപ്പക്ക് വിശക്കുന്നുണ്ടാകാം, അതായിരിക്കും കാര്യം. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഏതായാലും അതിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഒന്ന് ചോറിലേക്ക് ഇറങ്ങിക്കിട്ടേ ഞാൻ കഴിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഞാനതവിടെ മാറ്റി വെച്ച് ഒരു 3 മണി കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെയാണ് ഞാൻ കഴിച്ചത് കേട്ടോ. അപ്പോൾ ഈ ചോറ് ഇങ്ങനെ കെട്ടുന്ന സമയത്ത് ആദ്യം ചോറിട്ടിട്ട് ഒന്ന് അത് വാഴയില കൂട്ടി പിടിച്ചിട്ട് ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ചോറ് തുറക്കുന്ന സമയമില്ലേ, വാഴയില തുറന്ന് നമ്മൾ കഴിക്കാൻ എടുക്കുന്ന സമയത്ത് എല്ലാം ഇങ്ങനെ നല്ല ഭംഗിയായിട്ടിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ചോറ് ഇങ്ങനെ മീതേക്ക് കറിയുടെ മീതേക്ക് ആയിരിക്കുള്ളൂ വീഴുന്നത്. ചോറ് പരന്ന് കിടക്കുന്ന രീതിയിൽ തന്നെ കറി മീതയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് പൊതിയുന്ന സമയത്ത് ആ ബാക്കി ഇങ്ങനെ പരന്ന് കിടക്കുന്ന ചോറിലേക്ക് കറിയുടെ മീതയിലേക്ക് വന്ന് വീഴും. അപ്പം അങ്ങനെ വീഴാതിരിക്കാനാണ് ഈ ആദ്യം ഒന്ന് ഒതുക്കി വെക്കണത് ചോറ് മാത്രമായിട്ട്. എന്നിട്ട് അതിൻ്റെ മീതയിൽ കറി വെച്ച് കഴിഞ്ഞാൽ തുറക്കുമ്പോഴും നമ്മൾ ഈ വെച്ച പോലെ തന്നെ ആയിരിക്കുള്ളൂ ഇരിക്കണത് കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അത്രയും ടേസ്റ്റായിരുന്നു. ഒരു മീൻ വറുത്തത് ഒക്കെ ഉണ്ടെങ്കിൽ ഇത്രയും കൂടി നന്നായിരുന്നു എന്ന് ഞാൻ ഓർത്തു. പക്ഷേ ഇല്ലാത്ത സാധനത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, ഉള്ളത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു നോണെന്നുള്ള കണക്കിന് ഞാൻ ഈ ചെമ്മീനാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ചെമ്മീൻ വറുത്തിട്ടാണ് വെച്ചിരുന്നത് വെച്ചെങ്കിൽ പപ്പക്ക് അത് ഇഷ്ടപ്പെട്ടേനെ. പക്ഷേ എനിക്കും കൂടി ഒരു വേറൊരു രീതിയിൽ വെച്ചിട്ട് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാനത് ഇങ്ങനെ വെച്ചത്. അപ്പോൾ പപ്പക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കറിയെല്ലാം ബാക്കി രാത്രിയും ഉണ്ടായിരുന്നു കേട്ടോ ഡിന്നറിന് കഴിക്കാൻ. അതുകൊണ്ട് പപ്പ കഴിച്ചില്ല. പപ്പ ആകപ്പാടെ ആ തോരനും എടുത്ത് ഇത്തിരി ചമ്മന്തി ഉണ്ടായിരുന്നു എടുത്തിട്ട് രാത്രി കഴിച്ചേക്കണം. അപ്പോൾ അപ്പോഴേ എനിക്ക് മനസ്സിലായത് അത് പപ്പക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഉച്ചക്ക് ഇങ്ങനെ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചെങ്കിലും രാത്രി കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി കഴിച്ചില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഞങ്ങൾക്ക് അറിയൊന്നുമില്ല മറ്റേ എന്താണ് ചെമ്മീൻ മീനൊന്നും ഇല്ല. ഈ തൈര് എന്തെങ്കിലും ഇട്ടിട്ട് കഴിക്കട്ടെ. അച്ചാറുണ്ട്, വേണ്ടെങ്കിൽ കഴിക്കണ്ട. മാങ്ങ അച്ചാറൊക്കെ തീർന്നു കഴിയുമ്പോൾ ഈ തൈര് ഇത്തിരി ഇട്, വേറെ ചാറൊന്നുമില്ല. ആ ചൂടിൽ പൊതിഞ്ഞ് വെക്കണമല്ലോ. കാലത്തെ ചപ്പാത്തിയുടെ തൈര് ഞാൻ ഇത്തിരി നേരം കഴിഞ്ഞ് കഴിക്കും. അങ്ങനെ ഞാൻ ഏതായാലും താമസിച്ചാണ് കഴിച്ചത്. ആ വാഴയിലയുടെ ഫ്ലേവറൊക്കെ പിടിച്ചതിന് ശേഷം ഞാൻ കഴിച്ച് അടിപൊളിയായിരുന്നു. പിന്നെ വൈകുന്നേരം ഒരു കട്ടൻ ചായ, പിന്നെ ഓറഞ്ചൊക്കെ എടുത്ത് കഴിച്ച് അതിനുശേഷം നമ്മൾ വേറെ കാര്യങ്ങളൊന്നുമില്ല, കിച്ചണിലെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 6 മണിയോടുകൂടി ഫ്രീ ആകും കേട്ടോ. പെരക്കൊക്കെ അടിച്ചിട്ട് തുണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മടക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം വർക്കൗട്ട് ക്ലാസ്സിലേക്ക് വന്ന് 7 മണി മുതൽ 8 മണി വരെ വർക്കൗട്ടാണ്. അത് കഴിഞ്ഞാണ് പിന്നെ 8 മണിക്ക് പ്രാർത്ഥനയുടെ സമയം. കാരണം 7 മുതൽ 7:30 വരെയുള്ള പ്രാർത്ഥനയുടെ ടൈം ഏതായാലും ഇനി നടക്കില്ല, ഈ വർക്കൗട്ടിൻ്റെ ടൈം അതായതുകൊണ്ട്. അപ്പോൾ ഞാൻ മിക്കവാറും ഇപ്പോൾ താഴെയാണ് വർക്കൗട്ട് ചെയ്യണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ പപ്പക്ക് TV കാണേണ്ട സമയം, കളികളുടെ സമയം ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ നിന്നിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല ശബ്ദം കൊണ്ട്. പിന്നെ ആണെങ്കിൽ റൂബി മോളിൽ വന്നിട്ട് ഒരുപാട് ചൂടാണ് മോളിൽ, അവളാകെ ടയർഡായി പോകണം. എൻ്റെ കൂടെ തന്നെ അവൾക്ക് ഇരിക്കണമല്ല. അപ്പോൾ അതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ റൂബിക്കും താഴെയാണെങ്കിൽ ചൂട് അധികം ഇല്ലല്ലോ. അപ്പോൾ റൂബി സമാധാനത്തിന് അവിടെ അരികിൽ കിടന്നോളൂ. അതുകൊണ്ട് ഇപ്പോൾ താഴെ വന്നിട്ടാണ് വർക്കൗട്ട് ചെയ്യണം. കാരണം ഇതിന് സ്ഥലം വേണം നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട്. അല്ലാതെ കൈയും കാലും പോകാനൊന്നും പറ്റൂല. മുകളിലേ പറ്റുള്ളൂ കൂടുതലും. പക്ഷേ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് സാഹചര്യം വന്നതുകൊണ്ട് ഇപ്പം ഞാൻ താഴേക്ക് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്ക് തോന്നും ഓൾട്ടറിൻ്റെ മുന്നിൽ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ, അങ്ങനെയൊക്കെ തോന്നും. അങ്ങനെ തെറ്റായിട്ട് കാണുന്നവർക്ക് തെറ്റായിട്ട് കാണാം, ശരിയായിട്ട് കാണുന്നവർക്ക് ശരിയായിട്ട് കാണാം. എനിക്കത് വലിയ തെറ്റായിട്ടൊന്നും തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ സ്ഥലമുള്ളത് ഇവിടെയാണ്, അതുകൊണ്ട് അവിടെ നിന്നിട്ട് ചെയ്തെന്ന് മാത്രം. അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്